ഷാഫി പറമ്പിലിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിലെ യാതൊരു സംശയവും. ഷാഫിയുടെ വരവാണോ ജനങ്ങളുടെ സാഗരമാണോ എന്നറിയില്ല. പുലിയെ പിടിക്കുകയാണെങ്കിൽ അതിന്റെ മടയിൽ ചെന്ന് പിടിക്കണം എന്നറിയില്ല. വടകരയുടെ അപൂർവ മുഹൂർത്തത്തിന് അനവധി തവണ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേമാതിരി ഒന്നൊന്നര വരവായിരുന്നു ശ്രീ മുരളീധരൻ്റെത്. ഇത് അതിനെയും കടത്തി വെട്ടുന്ന ഒരു വരവായി മാറി. വേദിയിലേക്ക് മാത്രമല്ല, കുറച്ചു നേരമായിട്ട് ഞങ്ങളെല്ലാവരും വേദിയിലിരുന്ന് ഈ 100 മീറ്റർ 200 മീറ്റർ നീങ്ങാനുള്ള ജനസഞ്ചയത്തിന്റെ ആ പാട് ഇവിടെ ഇങ്ങനെ ഓൺലൈനായിട്ട് ഞങ്ങൾ കണ്ട് ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വടകരയിലെ ജനങ്ങൾ ഷാഫി പറമ്പിലിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിലെ യാതൊരു സംശയവും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഷാഫി ഒരു വലിയ ട്രബിൾ ഷൂട്ടറാണ്. ഞാനധികം പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല, മിതമായി പറഞ്ഞാൽ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനവികാരം പ്രകടമാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്ല. ഇവിടെ ഒരു ഇരമ്പം കേൾക്കുന്നുണ്ട്. ഷാഫിയുടെ വരവാണോ ജനങ്ങളുടെ സാഗരമാണോ എന്നറിയില്ല. ഒരു ചെറിയ ഇരമ്പം, കടൽ പോലെ, അത് ആവേശത്തിന്റെ തിളക്കമാണ്. ഈ ട്രബിൾ ഷൂട്ടർ ഇപ്പോ ഇവിടെ വന്നു. ഇന്നലെ അത് UDF അയച്ചത് പാലക്കാട്ടേക്കായിരുന്നു. പാലക്കാട്ട് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു സൂര്യൻ ഉദിച്ചുയരും അസംബ്ലിയിലേക്ക് എന്ന് എല്ലാവരും കരുതി. ഷാഫി പോയി അതവിടെ കെടുത്തിക്കളഞ്ഞു. ആ തീയെ അവിടെ ഈ സഖ്യപർവ്വതത്തിന്റെ ഇപ്പുറത്തേക്ക് BJPയെ വരാൻ അനുവദിക്കാതെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ കൂടിയാണ്. ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്, CPM അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ശരിയല്ല. അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അഷ്റഫ് ഞങ്ങളുടെ MLA ആണ് അവിടെ തടുക്കുന്നത്. ഞങ്ങളാണ്, UDF ആണ് അവിടെ തടുക്കുന്നത്. അതിലൊരു ചെറിയ വഴിയുണ്ട്, കോയമ്പത്തൂരിൽ നിന്നിട്ട് കാറ്റ് വരുന്ന വഴിയില്ലേ, കർണാടകയിൽ നിന്നൊക്കെ എളുപ്പം കിട്ട് എത്താം. അവിടെ BJPയെ തടുത്തത് ഷാഫി പറമ്പിലാണ്, യാതൊരു സംശയമുണ്ട. അതികായൻ ശ്രീധരൻ വന്ന വഴിക്ക് പോയി. നമ്മളിവിടെ മുരളീധരന് വമ്പിച്ച ഒരു വരവ് ഏൽക്കൽ, അതാണ് ശ്രീ ബാലനാരായണൻ പറഞ്ഞത്. ഞാൻ ഇതുപോലെ 1/4 മണിക്കൂർ കാത്തിരുന്നാണ് അന്ന് മുരളിയെ സ്വീകരിച്ചത്. അന്ന് പറഞ്ഞിരുന്നു മുരളി ഉറപ്പായിട്ട് ജയിക്കുമെന്ന്. അതിന് മുല്ലപ്പള്ളി ജയിക്കുമെന്ന് ജയിച്ചിരുന്നു. ഷാഫിയും ജയിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ യാതൊരു സംശയം. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. മുരളി ഇവിടുന്ന് പോയതും അതുപോലൊരു പോക്കാണ്. തിരുവനന്തപുരത്തേക്ക് ഒന്നുപോയി, നേമത്തേക്ക്. അവിടെ മുരളി തോറ്റെങ്കിലും BJPയെ തടഞ്ഞു. ഇപ്പോ മുരളി പോയിരിക്കുന്നത് ഏതോ ഒരു കഥയില്, സിനിമയിലാണോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടില്ലേ, പുലിയെ പിടിക്കുകയാണെങ്കിൽ അതിന്റെ മടയിൽ ചെന്ന് പിടിക്കണം എന്നറിയില്ല. ഏതിലാണ് പറഞ്ഞത്? പുലിമുരുകനിലാണ്. പുലിയെ പിടിക്കുകയാണെങ്കിൽ ആരാ പറഞ്ഞത് നിങ്ങൾ പറയും. പോട്ടെ അതിന്റെ മടയിൽ ചെന്ന് പിടിക്കണം. നരേന്ദ്രമോദി കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. 1 അല്ല 2 തവണ. മാത്രമല്ല ഗുരുവായൂർ വന്നൊരു ഷോ, അനവധി ഷോ. ആരാണ് നമ്മുടെ സാക്ഷാൽ സിനിമാ താരം സുരേഷ് ഗോപി ഇതാ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ജയിച്ചിരിക്കുന്നു എന്നിങ്ങനെ അവിടെ നടന്ന് അഭിനയിച്ച് നടക്കുകയായിരുന്നു. ദേവോണു നമ്മളെ ട്രബിൾ ഷൂട്ടർ മുരളീധരൻ ആ പുലിയെ അവതരിച്ച പുലിയെ അതിന്റെ മടയിൽ തീർക്കാൻ